ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു പൊരിച്ച പത്തിരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുണ്ട്. നെയ്പത്തൽ എന്നും പറയും, പൊരിച്ച പത്തിരി എന്നും പറയും. പുട്ടുപൊടി കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. 2 കപ്പ് പുട്ടുപൊടി എടുക്കുക. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം അതിലേക്ക് പകർന്ന് ഇളക്കി കൊടുക്കുക. 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം നല്ല കണക്കിലാണ് ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. ഇനി മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങയും ഒരു ചെറിയ സവാളയാണെങ്കിൽ 1 അല്ലെങ്കിൽ 1ൻ്റെ പകുതി തൊലി കളഞ്ഞ് അതും ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. വലിയ ജീരകം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി വെള്ളം ഒഴിച്ച് വെച്ച പുട്ടുപൊടി എടുത്തിട്ട് അതിൽ വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇനി ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി, തിളച്ചതൊന്നും ഒഴിക്കണ്ട. ഇനി അത് കുഴച്ചെടുക്കുക. ഇനി ചതച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഓരോ ബോൾസാക്കി അത് പരത്തി പൊരിച്ചെടുക്കുക. ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ പരട്ടി കൊടുക്കുക. ഇനി ഓരോ ബോൾസ് എടുത്തിട്ട് അത് പ്ലാസ്റ്റിക് കവറിൻ്റെ അതിൽ വെച്ചിട്ട് വേറെ പ്ലാസ്റ്റിക് കവർ മേലെ വെച്ചിട്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റ് കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. എത്രയാണോ വലിപ്പം വേണ്ടത് അത്ര വലിപ്പമാക്കുക. ഇനി ഷേപ്പ് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ട് അത് മുറിച്ചെടുക്കുക പത്തിരി. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ നല്ലോണം ചൂടാക്കിയെടുക്കുക. നല്ലോണം ചൂടായതിന് ശേഷം ഓരോ പത്തിരി അതിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റ്. അതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. മുഴുവനായിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കാം. ചിക്കൻ കറീൻ്റെ കൂടെയും മീൻ കറീൻ്റെ കൂടെയും ബീഫ് കറീൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത്. കുറുമക്കറീൻ്റെയും സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.